ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിൽ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവും. പിന്നെ വൈകുന്നേരത്തെ ഒരു ഔട്ടിംഗ് വ്ളോഗും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഷെയർ ചെയ്യാം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാകും. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്, പിന്നെന്താ വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കടല വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇതുപോലെ മാറ്റി വയ്ക്കാം. കടല ഞാനൊരു 1.5 കപ്പ് കടല വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പ്രഷർ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടിക്കുക, അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുക്കണ്ട, എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക. സവോള ഒരുപാട് വേണ്ട, ഒരു സവോള, ഒരു ചെറിയൊരു സവോള മതിയാകും. അത്ര തന്നെ തക്കാളിയും മതിയാകും. അപ്പോൾ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരുപാട് നേരം വഴറ്റേണ്ട, ഒന്ന് വഴറ്റിയെടുത്ത് അപ്പോൾ തന്നെ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക, അതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതുപോലെ നിങ്ങളെങ്ങനെയാണോ കടലക്കറി ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിൽ കടലക്കറി ആദ്യം ഉണ്ടാക്കുക. ഒരുപാട് മസാല ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടല നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചല്ലോ, വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണ് നിറയെ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് മസാലകൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അത്രയുണ്ട്, ഒരുപാട് മസാലക്കുത്ത് വരും. രാവിലെ തന്നെ അത്രയും മസാല നമുക്ക് ശരിയാവുണ്ടാവില്ല. അപ്പോൾ മസാല ഒരുപാട് വേണ്ട. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്രയാണോ കടലക്കറി കുക്ക് ചെയ്യുന്നത് അത്രയും നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വിസിൽ വരുമല്ലോ. എന്നിട്ട് ഞാൻ ആ പ്രഷർ ഒഴിവാക്കിയിട്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ ഈ സവാളൊന്നും വേവാത്ത പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായിട്ട് വെന്തോടയും. അപ്പോൾ എല്ലാം ഓക്കെ ആവും. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ നിങ്ങൾ എത്രയാണ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇടുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അത് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം. തിളച്ച ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഈ 1 കപ്പ് റവ ഇത്രയും ഇതിലേക്ക് നമുക്കൊരു 5 പേർക്കൊക്കെ കഴിക്കാനുണ്ടാകും. കാരണം അത്രയും കടലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത്. കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതൊരു കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഇത്രയും മതിയാകും റവ. 1 കപ്പ് ഞാൻ എടുത്തിട്ടുള്ളൂ, അത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് വീണ്ടും ഇത് ലൂസായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റവ ചേർത്ത് കൊടുക്കുക. റവ ചേർത്തിട്ട് ഒരു 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ ഒക്കെ ഒന്ന് ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. അപ്പോഴേക്കും അതൊക്കെ വെന്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വേണമെങ്കിൽ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. എനിക്ക് എന്താ പറയുക, കടലക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് ദോശ വേണം, പുട്ട് വേണം, അതൊക്കെ വേറെ ഉണ്ടാക്കണ്ട. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയാകും. വളരെ ഈസിയാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശ, പുട്ട് ഇതൊക്കെ വേണ്ടി വരും. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഇതുപോലെ എന്തെങ്കിലും തരികിട ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെയാണ് ഉണ്ടാക്കാറ്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും.
ഇത് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ചിക്കൻ കറിയിൽ ചിക്കന് എല്ലില്ലാത്ത പീസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് മുമ്പ് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ പുറത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ പുറത്ത് പോകുമ്പം എങ്ങനെയായാലും 6 മണി ഒക്കെ കഴിയും. അപ്പം ഇന്ന് കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചൊക്കെ ഒന്ന് വെയിൽ കൊള്ളണമെന്ന്. ഇവിടെ ആണെങ്കിൽ ഒട്ടും വെയിൽ കൊള്ളാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ പുറത്ത് പോകുന്നതൊക്കെ വൈകിട്ടൊക്കെ ആവുമല്ലോ. അപ്പോൾ വെയിൽ കൊള്ളാനുള്ള ചാൻസ് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെയിൽ കൊള്ളാനുള്ളൊരു ഇതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മൽ ക്വീൻ ബീച്ചിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോകാനാണ് പ്ലാന്. അപ്പോൾ ഇതാ നമ്മുടെ ഉമ്മൽ ക്വീൻ ബീച്ചാണ്, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ബീച്ചിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു രസമില്ലല്ലോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ചായയും പഴംപൊരിയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ വ്ളോഗിലൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താ എപ്പോഴും പഴംപൊരി കഴിക്കുന്നതെന്ന്. നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് പുറത്തുനിന്ന് കഴിക്കാൻ കേട്ടോ പഴംപൊരി. സാധാരണ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ പ്രഗ്നൻസിയുടെ ഈ ഒരു സ്റ്റേജിലൊക്കെ രാവിലത്തെ വെയിലും അതുപോലെ പോക്ക് വെയിലൊക്കെ കൊള്ളുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ പോക്ക് വെയിലൊന്നും കൊള്ളാറില്ല, രാവിലത്തെ വെയിലും കൊള്ളാൻ പറ്റാറില്ല. അപ്പോൾ ഉള്ള വെയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ വെയിലത്ത് തന്നെ ഇരിക്കുന്നു കേട്ടോ. അത്യാവശ്യം കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്നൊരു സംഭവമല്ലേ. പിന്നെ ഞാൻ ഒരുപാടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് നടന്നു, മക്കൾ കുറച്ച് കളിച്ചു, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ഏകദേശം വെയിലൊക്കെ ഒന്ന് പോയി തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നു. ഒരുപാട് നേരം പുറത്തിരിക്കാനും വയ്യ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അതുപോലെ നമ്മുടെ ന്യൂട്രിയോൻ്റെ ഗിവ് അവേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആ ഒരു കമൻറ്റ് എഴുതണ്ട. പിന്നെ ഇന്നലത്തെ ന്യൂട്രിയൻ വിന്നർ ആരാന്ന് നോക്കാം, രണ്ടാമത്തെ വിന്നർ ആരാന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിന്നായിരുന്നു നമുക്ക് ആ ഒരു വിന്നറെ സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതാ ഡെയിലി റൂട്ടീൻ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഒന്നായിരുന്നു. അപ്പോൾ അതിന് നമ്മൾക്ക് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യാം. പിന്നെ ഞാൻ ഇതിൽ കമൻ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ഇത് കമൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കമൻറ്റും പിന്നെ അതിൻ്റെ കൂടെ ന്യൂട്രിയോൺ, നിങ്ങളുടെ സ്പേസ്, നിങ്ങളുടെ പേര്, അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വിന്നറായി സെലക്ട് ചെയ്യുന്ന ആൾ ന്യൂട്രിയോൺ സ്പേസ് നിങ്ങളുടെ പേര് മാത്രം കൊടുത്താൽ നമ്മളങ്ങനെ എടുക്കില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറേ പേര് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നവർക്ക് തന്നെ സമ്മാനം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ന്യൂട്രിയോ എന്നാണ് ഞാൻ ആ ഒരു സ്പെസിഫിക് ടെക്സ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര കമൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാം ആദ്യം. പിന്നെ അതുപോലെ ഞാനിപ്പോൾ ഒരുപാട് ഗിവ് അവേസ് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ചാനലിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗിവ് അവേസിലൊക്കെ എല്ലാവർക്കും ഗിഫ്റ്റ്സ് കിട്ടി എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തണേ. കാരണം ആമി സബായ് വരെയുള്ള ആ ഒരു ഗിവ് അവേ വരെയുള്ള കേട്ടോ. അതിന് ശേഷമുള്ളത് ഗിഫ്റ്റ് എത്താനായിട്ടുണ്ടാവുള്ളൂ, റോയൽ ഫോർഡിൻ്റെ ഒക്കെ ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വിന്നറെ സെലക്ട് ചെയ്യാം. ഫെബിൻ ഫർഹാനാണ് നമ്മുടെ ന്യൂട്രിയോൻ്റെ രണ്ടാമത്തെ വിന്നർ. കമൻ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫെബിൻ ഫർഹാൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രിയോൻ്റെ ഗിവ് അവേ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ ഗിവ് അവേ അടുത്ത വീഡിയോ തൊട്ടിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.